അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും. എന്നാൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്, മിസ്ലു അഹ്ലി ബൈത്തി കസഫിനത്തി നൂഹിൻ മൻ റക്കിബഹാ നജാ. എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടതുപോലെ എൻ്റെ അഹ്ലു ബൈത്തിനെ മുറുകെ പിടിക്കുന്നവർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിൻ്റെ പേരക്കിടങ്ങളെ കഴിവിൻ്റെ പരമാവധി സ്നേഹിക്കുക. പ്രത്യേകിച്ച് നാളെ മുഹറം 10 സയ്യിദന ഉസൈർ റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളടക്കം അഹ്ലുബൈത്തിൽപ്പെട്ട ഒരുപാട് പല മെമ്പർമാരും ഷഹീദായതായ മാസമാണ്, ദിവസമാണ്. അതുകൊണ്ട് മുഹറം 10 അന്ന് കർബല ശുഹദാക്കളെ പേരിൽ പ്രത്യേകം നമ്മൾ ഫാത്തിഹയും യാസീൻ മോദിയിട്ട് അവരുമായി കോണ്ടാക്റ്റ് ഉണ്ടായാൽ, ഹെൽപ്പുണ്ടായാൽ, നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾക്കത് പരിഹാരമായിരിക്കുമ്പോൾ അതിനൊക്കെ പുറമെ നമ്മൾ ആഖിറം രക്ഷപ്പെടുന്ന നിയ്യത്തോടെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല, മുത്തുനബി നമ്മളോട് പറഞ്ഞല്ലോ, ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഈ പ്രബോധനത്തിനൊന്നും ഞാൻ പകരം നിങ്ങളോട് ചോദിക്കുന്നില്ല, എൻ്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലല്ലാതെ എന്ന് പറഞ്ഞെങ്കിൽ നാം എത്ര ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. അതുകൊണ്ട് അങ്ങനെ നാം അവരെ സ്നേഹിക്കുക. പ്രത്യേകിച്ച് നാളെ മുഹറം 10 അഹ്ലു ബൈത്തിന് നമ്മൾ നോമ്പ് തുറയോ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് പാവപ്പെട്ട സയ്യിദന്മാരെ നാളെ സന്തോഷിപ്പിച്ച് ആ ഹദിയയുടെ സവാബ് ഉസൈർ റളിയല്ലാഹുവിൻ്റെ അള്ളാഹുവിലേക്ക് ഹദിയയും കൂടി ചെയ്താൽ അത് വലിയ ഒരു ബന്ധമായിരിക്കും. മുത്തനബിയുമായിട്ട് നമ്മൾ ജീവിതത്തിലെ കാവലായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.